നമസ്കാരം, ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയാൻ ഒരിക്കലും മടി കാണിക്കാത്ത അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി പോയതിൽ ഖിന്നതയുള്ളവരുണ്ട്. അതെൻ്റെ പ്രശ്നമല്ല. 17 വയസ്സിൽ പാർട്ടി അംഗത്വം കിട്ടിയ ആളാണ്. ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 10 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് 3 പേരെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിലമ്പൂരിലെ വോട്ടർമാരോട് പറയുന്നത്, ഈ 10 പേരിൽ ഒരു സ്വരാജ്യേ ഉള്ളൂ അഭിമാനത്തോടെ മത്സരിക്കുന്നു എന്ന് പറയാമെന്ന് ഞാൻ പറയും. സ്വരാജിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വരാജിനെ മറക്കില്ല. എൻ്റെ മകൻ BBA കഴിഞ്ഞിട്ട് MBAക്ക് പഠിക്കാൻ പോയത് DCS മാറ്റ് എന്ന് പറഞ്ഞ DC കിഴക്കേമുറിയുടെ സ്ഥാപനം ആണ് DCS മാറ്റ്. അതിൻ്റെ പുള്ളിക്കാനം എന്ന് പറഞ്ഞ വാഗമൺ കഴിഞ്ഞിട്ട് പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ മകൻ പഠിക്കാൻ പോയത്. അപ്പോൾ എനിക്കും തോന്നി, ഇത്രയും കാലം അവൻ വീട്ടിൽ ഒരു തുണി പോലും, ധരിക്കുന്ന തുണി പോലും നനയ്ക്കാതെയൊക്കെ ജീവിച്ചവയല്ലേ, ഇനി തുണിയൊക്കെ നനച്ച് പഠിക്കട്ടെ, തന്നെ ചായ ഇട്ട് കുടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് അവിടെ കൊണ്ടാക്കിയത്. കാരണം ഇതിന് കഴക്കൂട്ടത്ത് കിൻഫ്രയ്ക്കകത്ത് അതിൻ്റെ ബ്രാഞ്ചുണ്ട്, പക്ഷേ ഞാൻ അവിടെ ആക്കിയില്ല, പുള്ളിക്കാനത്തും ഉണ്ടാക്കി. ഒരു ദിവസം അവൻ എന്നെ വിളിക്കുകയാണ്, ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അച്ഛാ. ഞങ്ങൾക്ക് എന്ത് പറ്റി? ഞങ്ങൾ 80-ലധികം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു, അങ്ങനെ ഒരു ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സിന്ധുവായിട്ട് പുള്ളിക്കാനത്തേക്ക് പോയി. ഞങ്ങളവിടെ ചെന്ന് അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത്, ഈ ലഹരി കൊണ്ട് ബോധം നശിച്ചു പോയ ആൾക്കാരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഈ ഭക്ഷ്യവിഷബാധയേറ്റവരെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് അച്ഛനെ കണ്ടു, എൻ്റെ മകനെ കണ്ടു. വളരെ ടയേർഡാണ്. കൂടെയുള്ള കുട്ടികളെയൊക്കെ കണ്ടു. അപ്പോൾ അതിൽ 8 പേർക്ക് ഇത്തിരി സീരിയസ് ആണ് പ്രശ്നം. ആ 8 പേരിൽ ഒരാൾ എൻ്റെ മകനാണ്. ഞാൻ അവിടുത്തെ ആശുപത്രിയുടെ ചുമതലയുള്ള ഒരാളെ പോയി കണ്ടു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ പറഞ്ഞു, സാറേ, ഇവിടെ ഈ അസുഖത്തിന്, ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് പറ്റിയ ട്രീറ്റ്മെൻറ്റൊന്നും കൊടുക്കാനുള്ള സംവിധാനമൊന്നുമില്ല. ഇത് വല്ല തൊടുപുഴയിലോ ഇത്തിരി ദൂരെ എവിടെയെങ്കിലും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതാണ്, പക്ഷെ കൊണ്ടുപോയിട്ടില്ല. സാറിന് കഴിയുമെങ്കിൽ മകനെ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം തന്നെ അവനെ ഡിസ്ചാർജ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിംസ് മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത് 22 ദിവസത്തോളം കിടന്ന് അവനെ രക്ഷപ്പെടുത്തി. ഞാൻ പറയാൻ വന്നതല്ല, ഞാൻ വാഗമണിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ നിരുത്തരവാദപരമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി. ഞാൻ ആ പുള്ളിക്കാനം ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ അന്നത്തെ MLA ആയ ES ബിജിമോളെ ഞാൻ വിളിച്ചപ്പോൾ അവർക്ക് ഈ ഞാൻ പറയുന്ന മാറ്റർ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അക്കാലത്ത് അവർ CPയിൽ നിന്ന് എങ്ങനെയെങ്കിലും അകന്നാലോ എന്നുള്ള ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. കാരണം മാനസികമായി അകന്നു നിൽക്കുന്ന സമയമാണ്. അവരെ എനിക്ക് തോന്നുന്നു മന്ത്രിയൊന്നും ആക്കാത്തതിൻ്റെയൊക്കെ ഒരു ചുരുക്കം എന്തോ പ്രശ്നമുണ്ട്. അവർ പാർട്ടിയിൽ നിന്ന് മാനസികമായി അകന്നു നിൽക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. അവരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അതാണ് ബോധ്യമായത്. ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതൊരു പുരുഷ ശബ്ദമാണല്ലോ അവരുടെ. ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു. അവരന്വേഷിക്കില്ല എന്ന് എനിക്ക് ആ ഉത്തരത്തിൽ നിന്ന് മനസ്സിലായി. ഇനി ആര് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, M സ്വരാജിനെ വിളിക്കാമെന്ന്. എനിക്ക് യാതൊരു പരിചയമില്ല. ഞാൻ സ്വരാജിനെ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സ്വരാജ് എന്നോട് പറഞ്ഞു, ഇത് അന്വേഷിക്കേണ്ടതും ഇതിന് നടപടി എടുക്കേണ്ടതും SFI ആണ്, ഞാൻ DYFIയിലല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇടുക്കിയിലെ SFIയുടെ ചുമതലക്കാരെ അറിയിക്കാം, അവർ താങ്കളെ വിളിക്കും. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ നമ്മൾ വാക്കിന് വിലയില്ലാത്തതാണല്ലോ, വിളിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ SFIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി എന്നെ വിളിച്ചു. ഞാനും ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫറും റിപ്പോർട്ടറുമായിട്ട് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരവിടെ പോയി മൊത്തം വാർത്ത ശേഖരിച്ച് പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൻ്റെ 6 കോളത്തിൽ അടിച്ചു വന്നു ഈ വാർത്ത. മറ്റ് പത്രങ്ങളെല്ലാം മുക്കിയതാണ്. അന്ന് മുതൽ ഞാൻ മനസ്സിൽ ആരാധിക്കുന്ന ഒരാളാണ് M സ്വരാജ്. ഇപ്പോൾ ഈ മത്സരിക്കുന്ന 10 പേരെ നിങ്ങൾ എടുത്തു നോക്കിയേ. ഇപ്പം ആരയുടെ ഷൗക്കത്ത് തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അയാളുടെ വായിൽ നിന്ന് ഇപ്പോൾ വരുന്ന വർഗീയ വിഷം കേട്ടാൽ അയാൾ ഒരു തിരക്കഥാകൃത്തായിരുന്നോ എന്ന് സംശയം തോന്നും. വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിച്ച് ആരയുടെ ഷൗക്കത്ത് സ്വന്തം പേര് വെച്ചതാണെന്ന് തോന്നുന്നു. കാരണം അത്ര വർഗീയമായ വിഷമാണ് അവിടെ തുപ്പുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ഈ രാജ്യത്ത്
വിഘടനവാദം വേണമെന്ന് വിശ്വസിക്കുന്ന വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ എനിക്ക് ജയിച്ചേ പറ്റുന്നുള്ള എല്ലാ തറക്കളിയുമാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പി വി അൻവറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഇനിയും അദ്ദേഹത്തെ ആക്രമിക്കുന്നത് ശരിയല്ല. അത് പോയി, അത് തീർന്നു, ഗ്യാസ് ഔട്ടായി. എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ കണ്ട പത്രത്തിലെ വാർത്തയിൽ ഞാൻ നോക്കുന്നു, ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ ബിജിമോൾ പങ്കെടുക്കേണ്ട എന്ന് CPI വിലക്കിയിരിക്കുന്നു. ഏലപ്പാറ മണ്ഡലം സമ്മേളനവുമായി ബന്ധപ്പെട്ട എന്തോ തർക്കം കൊണ്ടാണ് ബിജിമോളെ വിലക്കിയിരിക്കുന്നു എന്നാണ് വായിച്ചത്. എന്തായാലും M സ്വരാജ് എന്ന് പറഞ്ഞ യുവാവ്, ഒരു വിപ്ലവ പാർട്ടിയുടെ ചോര തൊടിക്കുന്ന സഖാവ്, പറയുന്ന വാക്കുകളോടുള്ള ആർജവം, പരന്ന വായന, മാതൃഭൂമി സ്വരാജിൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് സ്വരാജിൻ്റെ പുസ്തക ശേഖരം ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ച് കാണിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അസൂയ തോന്നി. ഞാൻ മോശമല്ലാത്ത 10,000-10,000 പുസ്തകത്തിൻ്റെ ഉടമയാണല്ലോ. പക്ഷേ സ്വരാജിൻ്റെ വീട്ടിൽ കൃത്യമായിട്ട് 4 ചുറ്റും അലമാര ഉണ്ടാക്കിയിട്ട് അതിൽ പുസ്തകങ്ങൾ അടുക്കിയിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് അസൂയ തോന്നി. അതുപോലെ തന്നെ പാർട്ടിയോടുള്ള കൂറ്, അച്യുതാനന്ദനെ വെട്ടിയെരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു സ്വരാജ് എന്നാണല്ലോ ഇവിടുത്തെ ഈ വിവരം കെട്ട രാഷ്ട്രീയക്കാർ പറയുന്നത്. എത്ര ക്രൂരമായ മനസ്സുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്നല്ല ചോദിക്കി. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമ്പോൾ ആ ഇലക്ഷൻ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തത് സഖാവ് VS ആണ്. ആ VSനെ വെട്ടിയെരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് ഒരു 10 വോട്ടിന് വേണ്ടി വൃത്തികെട്ടവന്മാർ പറയുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. സ്വരാജൊന്നും അങ്ങനെയൊന്നും പറയില്ല, കാരണം അയാൾ പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. എന്തായാലും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എല്ലാ വേണ്ട, അത് വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എല്ലാവരും കൂടി ചേർന്ന് സംഘടിതമായി സ്വരാജിനെതിരെ നീങ്ങുകയാണ്. അവിടെ അവർക്കറിയാം സ്വരാജ് ജയിക്കുള്ളൂ. ഇപ്പം ഞാനൊരു സ്വരാജിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. സ്വരാജ് ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. എൻ്റെ മനസ്സ് പറയുന്നു ഒരു 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന്. കാരണം 2026 വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ നിലമ്പൂരിൽ നിന്ന് സ്വരാജ് വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും ജയിക്കുകയും അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്നൊരു നല്ല മന്ത്രിയാവുമെന്ന് സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്കിഷ്ടമാണ് സ്വരാജ് ഒരു മന്ത്രിയാവുമല്ലോ. എനിക്ക് നിലമ്പൂരിലെ എന്നെ സ്നേഹിക്കുന്ന വോട്ടർമാരോട് പറയാനുള്ളത്, ആരൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങളും ഉണ്ടെന്ന് വീട്ടിലൊക്കെ തരട്ടെ, അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം കച്ചടകൾ കാണിക്കാമോ. ഒരു പയ്യൻ പന്നിയെ പിടിക്കാനായിട്ട് ഒരു ക്രൂരൻ വെച്ച കറണ്ടടിച്ച് മരിച്ചപ്പോൾ അതുപോലും വിറ്റ് കാശാക്കാൻ നടന്ന ചാമക്കാലമാരുള്ള നാടാണിപ്പോൾ നിലമ്പൂർ. അവിടെ എനിക്ക് പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത്, അടുത്ത 6 വർഷക്കാലം നിലമ്പൂരിൻ്റെ പാകതയെത്തും വഹിക്കേണ്ടത് സ്വരാജിനെ പോലെ നട്ടലുള്ള ഒരു മനുഷ്യനാകണം. നിങ്ങൾ ഓരോരുത്തരുടെയും സമ്മതിദാന അവകാശം ചുറ്റികാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടിലേക്ക് നിലമ്പൂരിൻ്റെ അഭിമാനം കാക്കണം എന്ന് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. ലാൽ സലാം.